റാഫി മക്കാട്ട് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇങ്ങനെ ഹലോ ഒരു ദിവസം ഒരു സീൻ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പോൾ ഞാനത് പറഞ്ഞു താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച റാഫി മക്കാട്ടിനെ പോലുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടണം. അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനെന്നെ അങ്ങനെ വിളിക്കുന്നുള്ള എനിക്കുണ്ടായ ഒരു വിഷമവും ദേഷ്യമൊക്കെ തോന്നി. അതുകൊണ്ട് സൗഹൃദം സിനിമയിൽ മാത്രം ആ സമയത്ത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതുവരെ സൗഹൃദം വരുമോ? എല്ലാവരും ചോദിക്കും നിങ്ങൾ ഉറങ്ങുന്ന ഒരുമിച്ചാണോ, ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചാണോ, കുളിക്കുന്ന ഒരുമിച്ചാണോ, യാത്ര പോകുന്ന ഒരുമിച്ച്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. അതെങ്ങനെ പറ്റുന്ന കാര്യം അത്? ലാലേട്ടനും കൂടെ ജോയിൻ ചെയ്തപ്പോഴേ ആൾക്കാർ അത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ആകണം. നമുക്ക് ഒരു പടത്തെക്കുറിച്ച് മുൻമതി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ വരുമെന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാസ്തവത്തിൽ ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ്. പടങ്ങൾ നമുക്ക് കുറഞ്ഞാൽ വിഷമം ഉണ്ടാകാം, കൂടി കഴിഞ്ഞാൽ ടെൻഷൻ കൂടും. വല്ലതും പറയാം ഇപ്പൊ കൈ നിറച്ച് പടമുണ്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പടം കൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ചുമ്മാ ചപ്പച്ചവർ പോയി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഒരു വിജയം അമ്മയുടെ ഈ വനിതകളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ്. വനിതാ പ്രസിഡന്റ് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആക്ടർ അശോകൻ. ചേട്ടാ സ്വാഗതം. സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടൻ ചെന്നൈ ടു കൊച്ചി ഇങ്ങനെ ട്രാവലിന്റെ ഇടയിൽ പക്ഷെ നമുക്ക് കണ്ടുകിട്ടാൻ ഇപ്പോഴാണ് പറ്റിയേ. ഇത്രയും കാലയളവിലെ ചേട്ടന്റെ ഒരു ഹാപ്പി ഫേസ്, ഞാൻ ഏറ്റവും സന്തോഷിച്ചൊരു കാലഘട്ടം എന്ന് ചേട്ടൻ ആലോചിക്കുമ്പോൾ ഏതായിരിക്കും? സിനിമയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് സന്തോഷം ഉണ്ടായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവം, എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാസ്തവത്തിൽ ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ്. ഒരു തൊഴിൽ മേഖലയാണ് സിനിമ. നമുക്കെപ്പോഴും സിനിമയിലുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഒരു ജോലി ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാവുമല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മേഖലയല്ലേ, അങ്ങനെ ഒരു പ്രൊഫഷനാണ് സിനിമ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് ഒരിക്കലും സന്തോഷം അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും എൻ്റെ വിശ്വാസം. കുറച്ച് പേര് ടെൻഷനൊന്നും ഉള്ള ആൾക്കാരുണ്ടാവും. ഒരു സിനിമ നമ്മളിപ്പോൾ ഇതൊരു പ്രൊഫഷൻ, ഇതൊരു കോമ്പറ്റീഷനാണ് സിനിമ എന്ന് പറയുന്നത്. രാഷ്ട്രീയം പോലെ തന്നെ വേറൊരു സംഭവമാണിത്. ഒരു പടം നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പടം ശ്രദ്ധിക്കപ്പെടണം, ആ ക്യാരക്ടർ നന്നായി ശ്രദ്ധിക്കപ്പെടണം എന്ന് അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഒരു പടം വിജയിച്ചാലോ അല്ലെങ്കിൽ ആ പടത്തിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടാലോ നമുക്ക് അടുത്ത പടത്തിലേക്കുള്ള ചവിട്ടുപിടിയാവുള്ളൂ. പടങ്ങൾ നമുക്ക് കുറഞ്ഞാൽ വിഷമം ഉണ്ടാകാം, കൂടി കഴിഞ്ഞാൽ ടെൻഷൻ കൂടും. വല്ലതും പറയാം ഇപ്പൊ കൈ നിറച്ച് പടമുണ്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പടം കൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ചുമ്മാ ചപ്പച്ചവർ പോയി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അതിന് സാറ്റിസ്ഫാക്ഷൻ എന്താ ഉള്ളത്? വെറുതെ കുറേ പടം തയ്ക്കാനോ കിട്ടുന്നതൊക്കെ എടുത്ത് പോക്കറ്റ് വെച്ച് നടക്കാൻ, അങ്ങനെ ഇതൊക്കെ സിനിമയിൽ വന്ന കാലങ്ങളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയൊക്കെ ഒരു പോപ്പുലാരിറ്റി കിട്ടണമെന്നൊക്കെ, അങ്ങനെയുള്ള ചിന്തയൊക്കെ ആ താല്പര്യം, അങ്ങനെ മോഹമൊന്നും ഇപ്പോൾ ഇല്ല. ഇതിപ്പോൾ ചേട്ടാ അമ്മയുടെ അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ടും കൂടിയാണ് വരുന്നത്. ഇന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. വനിതകൾ തലപ്പത്തേക്ക് വന്നൊരു ദിവസവും കൂടിയാണ് അമ്മയുടെ. അമ്മ എന്നുള്ള സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ വരുന്നത് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ഭാഗമായ സിനിമയുടെ ഭാഗമായ സ്ത്രീകൾക്ക് അത് വലിയ ഉപകാരം ഉണ്ടാക്കുന്നു വിചാരിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വനിതകൾ വരണമല്ലോ, അത് നല്ല കാര്യമാണ്. അങ്ങനെ ജയിച്ചു വന്നത്, അല്ലെങ്കിൽ ജയിപ്പിച്ചതെല്ലാവരും ജയിപ്പിച്ചതൊക്കെ തീർച്ചയായിട്ടും അത് മാറ്റമാണ്, നല്ല കാര്യം. വനിതകൾ രംഗത്ത് വരണം. അത് സിനിമയിലുള്ള ഒരുപാട് പേർക്ക്, അത് വനിതകൾക്ക് മാത്രമല്ല, അത് അല്ലാതെ ജെൻസിനും പുരുഷന്മാർക്കും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഈ വനിതകൾക്കൊരു പ്രാധാന്യം, ഒരു പ്രാമുഖ്യം പിന്നെ കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. എപ്പോഴും ഏത് രംഗത്തും പറഞ്ഞാൽ വനിതകൾക്ക് പിന്നെ പ്രാധാന്യമില്ല എന്നൊക്കെയല്ലേ പലരും. അത് നമ്മൾ പൊളിറ്റീഷ്യൻസ് ആ കൂടുതൽ ഇങ്ങനെയൊക്കെയാണ്, പൊളിറ്റിക്കൽ സംഭവങ്ങളിൽ അങ്ങനെ കൂടുതൽ പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്, ഏത് ജോലിയിലും പൊളിറ്റിക്സ് ഉണ്ട്. സിനിമ ഉണ്ട്, സിനിമയിൽ പൊളിറ്റിക്സ് ഉണ്ട്. പാർട്ടിയായിട്ടൊന്നും ഇല്ലെന്നുള്ളേ ഉള്ളൂ. പിന്നെ പലരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതാണ് സംഭവം. അത് സിനിമ എന്നുള്ളതല്ല, ഏത് രംഗത്തും ഉണ്ടാകും കുറച്ച് പൊളിറ്റിക്സ്. എല്ലാ രംഗത്തും ഉണ്ട് പൊളിറ്റിക്സ്. അത് കാണും, മനുഷ്യരല്ലേ. അത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഈ ഒരു വിജയം അമ്മയുടെ ഈ വനിതകളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇതുവരെ അങ്ങനെ വരാത്ത കാര്യമാണ്. എനിക്ക് വന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലോ അല്ല, ഇന്ത്യയിൽ തന്നെ സിനിമയിൽ അങ്ങനെ ഉണ്ടോ എനിക്ക് സംശയമാണ്. എനിക്ക് വനിതകൾക്ക് ഇങ്ങനെ ആദ്യം ഒരു വനിതാ പ്രസിഡന്റ് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ശ്വേത ചെയ്യട്ടെ, ഒരുപാടെന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ഓവർ പ്രതീക്ഷയൊന്നും ആരും അങ്ങനെ കൊടുക്കുക എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ല.
നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില പ്രത്യേക ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഘടനയിൽ ചില കാര്യങ്ങളൊക്കെ പലരും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചേട്ടൻ്റെ ഒരു പഴയ കഥ കേട്ടിട്ടുണ്ട്, പ്രേം നസീറിനെ കാണാൻ വേണ്ടി വെള്ളവും ഭക്ഷണവും പോലും ഇല്ലാതെ മണിക്കൂറുകളോളം നിന്ന് ഒരു പ്രസംഗവും കേട്ട് തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആക്ടറൊക്കെ ആയതിനു ശേഷം പുള്ളിയെ മീറ്റ് ചെയ്തപ്പോ ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയണമെന്നുള്ളതും അദ്ദേഹത്തിനെ കാണുക എന്നുള്ളതും പരിചയപ്പെടുക എന്നുള്ളതും എൻ്റെ വലിയ അംബീഷനായിരുന്നു. കൂടെ അഭിനയിക്കുക, സിനിമയിൽ വന്നപ്പോൾ കൂടെ അഭിനയിക്കണമെന്ന് വലിയ മോഹമായിരുന്നു, കണ്ട് സംസാരിക്കണമെന്ന് മോഹമായിരുന്നു. അതിൽ പിന്നെ കണ്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റി. അതൊക്കെ പല പ്രാവശ്യം അത്യാവശ്യം ഒരു അടുപ്പത്തിലൊക്കെ വന്നു നസീർ സാറുമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പടം, ഒരു പ്രൊജക്റ്റ് വന്നു. അതിപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. പ്രേം നസീറിൻ്റെ കൂടെ ഒരു സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. നമുക്കൊരു ലോട്ടറിയുമില്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തെ മടങ്ങിലുള്ള ഒരു ബമ്പർ ലോട്ടറിയൊക്കെ തുല്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഈ പ്രൊഡ്യൂസറെന്ന് കാശ് മുടക്കുന്ന ആൾ വിചാരിച്ചാലേ ഒരു പടം ഉണ്ടാവുന്നുള്ളൂ. ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു എന്താ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു തരികടയാണ് ആയിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങേര് കൊടുത്ത നസീർ സാറിന് കൊടുത്തൊരു ചെക്ക് ആ മടങ്ങി ഒരിക്കൽ ഞാൻ നസീർ സാറിനെ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് വീട്ടിലൊരിക്കൽ ഞാൻ വിളിച്ചു. ഞാനിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയല്ലേ, ഈ പടം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, കൂടെ അഭിനയിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ഇത് ലാൻഡ് ഫോണേ ഉള്ളൂ, മൊബൈലൊന്നുമില്ല. ഞാൻ വിളിച്ചു സാറിനെ. അത് വളരെ നസീർ സാറിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കിട്ടുള്ളവരെല്ലാവരും വളരെ മാന്യനായൊരു മനുഷ്യനാണ് അദ്ദേഹം. അവരെ പറഞ്ഞിങ്ങനെ അശോക് അത് ഇങ്ങനെ പ്രൊഡ്യൂസർ തന്ന ഒരു ചെക്ക് ബൗൺസായി എന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ എൻ്റെ ചെക്ക് ബൗൺസായുള്ള പ്രയാസം ഏറ്റവും കൂടുതൽ എനിക്കായിരുന്നു. ഞാൻ അത് കേട്ടതുകൂടി ഞാൻ തകർന്നു പോയി. അതുകൂടി ഒന്നാമത്തെ കാര്യം അഭിനയിക്കാനുള്ളൊരു അവസരം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. രണ്ടാമത്തെ കാര്യം ഇത്രയും വലിയൊരു മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കുക, ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിവരക്കേടല്ലേ അത് ചെയ്തെന്ന്. ആ പ്രായമായിട്ട് അങ്ങനെ ആയിപ്പോയി, നടന്നില്ല. പിന്നെ ആ തലമുറയിൽ പിന്നെ മധുസാറിനോട് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ അതും ഒരു ഭാഗ്യം തന്നെയാണ് മധുസാറിനോട് അഭിനയിച്ചത്. അദ്ദേഹത്തിന് മധുസാറിനോട് 2-3 പടങ്ങളിൽ അഭിനയിച്ചു. പിന്നെ സാറുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. വല്ലപ്പോഴും ഞാൻ മധുസാറിനെ വിളിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പോയാൽ ഇടയ്ക്കൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ സോമേട്ടൻ, സുകുമാരൻ ചേട്ടൻ, അങ്ങനെ ജയചേട്ടനും അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹം ആ കത്തിരിക്കുന്ന പോഷണൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞു, കൂടെ അഭിനയിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് മൃതശരീരം കാണാൻ അങ്ങനെ കാണാൻ അവസരം ഉണ്ടായി, അതേ കാണാൻ പറ്റുകയുള്ളൂ. അതൊരു ദുഃഖകരമായ കാര്യമായി പോയി. അശോകൻ ചേട്ടന്റെ സ്റ്റിക്കേഴ്സിൽ എല്ലാവരും തൂവാനത്തുമ്പികളിലെ ആ ലോഡ്ജിലെ സീനിലുള്ള എക്സ്പ്രഷനാണ് ആ സ്റ്റിക്കറുകളും മീംസും ഒക്കെ ഉണ്ടായ കാലം തൊട്ട് ആദ്യം തൊട്ട് വന്നുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയത്? സ്റ്റിക്കർ തുടങ്ങിയ കാലം, ട്രോള് തുടങ്ങിയ കാലമൊക്കെ അല്ല, ഇത് ഈ സോഷ്യൽ മീഡിയ വന്നതോടി ഒരുപാട് പിന്നെ ഇതിലേക്ക് ഓരോരോ ഇതിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഒരുപാട് റേഞ്ച് ഉണ്ടല്ലോ, പരിധികൾ ഒരുപാടുണ്ടല്ലോ ഇതിന്. മുമ്പൊന്നും ഇങ്ങനെ സംഭവമൊന്നുമില്ലല്ലോ. നമ്മളൊരു സിനിമ കൊണ്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റർ കാണും, സിനിമ പോസ്റ്റർ. സിനിമ അന്നത്തെ അതേ നമ്മുടെ മെയിൻ പത്രങ്ങളിൽ ഇന്ന് മുതൽ കാണും പടങ്ങളും സ്റ്റേഷൻസും ഒക്കെ. പിന്നെ 2-ാം വാരം, 3-ാം വാരം, 25 ദിവസം, 50 ദിവസം ഇങ്ങനെയൊക്കെ പോകുന്നതിൽ പണ്ടത്തെ. ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് അതിന് പ്രാധാന്യത്തെ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കൂടെ വന്നിരുന്നതല്ല, ഇന്ന് കാണുന്നതല്ല. പിന്നെ അന്ന് സിനിമ വീക്കിലികളുണ്ടെന്ന്, സിനിമ ഇന്ന് അങ്ങനെയുള്ള അന്ന് പ്രാധാന്യമില്ലെന്ന്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പുതിയ കാലത്തും ആഘോഷിക്കപ്പെടുന്നത് തീർച്ചയായും അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊന്നാണ്. അതൊക്കെ തൂവാനത്തുമ്പികളില് ഞാനിപ്പോ ആ സീൻ ഓർക്കരുന്നത്, പലരും ഞങ്ങളടക്കമുള്ള എല്ലാവരും റിപ്പീറ്റഡ്ലി കാണുന്ന ഒരു സിനിമയാണ്, ഏറ്റവും പുതിയ തലമുറ വരെ ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് തൂവാനത്തുമ്പികൾ ഓർക്കുമ്പോൾ. കാരണം ഗുരുവിന്റെ കൂടെ ചെയ്ത ഒരുപാട് സിനിമകളിലൊന്നാണ്. അതെ, അല്ല അത് സിനിമ ഇനി ഒരു 25 വർഷം കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റായിരിക്കും. അന്ന് തിയേറ്ററിൽ ഒരു സൂപ്പർ ഹിറ്റെന്തോ അതിൽ ഭയങ്കര കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയൊന്നുമല്ല. ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പടത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് തക്ക ഒരു കളക്ഷനൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് ഈ TV ചാനൽസൊക്കെ വന്നതോടുകൂടി ഈ പടം എത്ര പ്രാവശ്യം വന്നു എന്നുള്ളത് കണക്കില്ല. അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴാണ് കൂടിക്കൊണ്ട് ഈ പുതിയ തലമുറകളെ കാണുന്നവർ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അത് ഒരു 25, 50 അതിന് കൂടുതൽ വർഷങ്ങൾ കഴിയുമ്പോഴും ആ പടത്തിൻ്റെ ഒരു പ്രത്യേകതയും പുതുമയുണ്ടാവും. പത്മരാജൻ സിനിമകളുടെ പ്രത്യേകത അതൊക്കെ തന്നെയാണല്ലോ, കാലത്തിനതീതമാണ്. അതാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അന്ന് ലാലേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയാലും ഋഷി അല്ലേ, ഒരു ഇന്നത്തെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യാം അയാള് അല്ലേ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ അതെ, എല്ലാ കാലത്തെയും യൂത്തിനെ, എല്ലാ കാലത്തെയും ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും? അതൊന്നൊക്കെ അല്ല,
എന്താ പറയുന്നതെന്ന് മോഹൻലാലോട്ട് അഭിനയിക്കാൻ ഇപ്പോഴും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അതൃപ്തിയുള്ള ഒരു ആക്ടർ എന്നുള്ളത് ആർക്കും ഉണ്ടാവില്ല. വളരെ കംഫർട്ടബിളായിട്ട് ആക്ടറാണ് മോഹൻലാൽ. മറ്റൊന്ന്, ഇന്ന് ചേട്ടന് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതും എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതും യവനികയിലെ കഥാപാത്രമായിരുന്നു. കാരണം എന്തിനും റെഡി ആയിട്ടുള്ള, അച്ഛന്റെ കാര്യമല്ലേ ചോദിക്കുന്നത് എന്ന് പറയുന്നല്ലേ, പോലീസ് സ്റ്റേഷനിൽ കയറാൻ മടി എന്തിനാണ്? അല്ല, അതാണ് എന്താ പറയുക, ഇപ്പം അത് എനിക്ക് കിട്ടിയൊരു അതിൽ ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ഇന്നും എത്ര വർഷമായി ഇപ്പം പടം വന്നിട്ട് 43 വർഷത്തോളം, ഏകദേശം 43 വർഷമായി. കരിയർ തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ സിനിമയാണ്. ആ 43 വർഷമായിട്ടും യവനികയുടെ പോലുള്ള അങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിനും അത് നിൽക്കും. കാരണം ആ ക്യാരക്ടർ, അത്തരം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടിൻ പ്രദേശമുള്ള ക്യാരക്ടറാണ്. അയ്യപ്പൻ്റെ മകൻ വിഷ്ണു. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാർ നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഇന്ന് ഇപ്പോൾ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു രീതിയിൽ കാണിക്കുക. ഗ്രാമത്തിൽ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ഇങ്ങനെയുള്ളൊരു എത്രയോ പേരുണ്ട്. അപ്പോൾ അത് ഇന്നും നാളെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഉണ്ടാവും. അത് ജീവിതത്തിലുള്ള ഓരോരുത്തര സ്വഭാവം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ KG ജോർജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭനായ ഒരു ഡയറക്ടർ. അപ്പോൾ അത് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ് മമ്മൂക്കാന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻ ഇപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? പിന്നെ അത് മമ്മൂക്ക എന്ന സിനിമയിലേക്ക് ഇങ്ങനെ വളരെ ഇങ്ങനെ പോപ്പുലറായിട്ട് ഇങ്ങനെ തിരക്കിലേക്കൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സിനിമ യവനിക പോപ്പുലറായി തുടങ്ങിയ സിനിമയാണ് മമ്മൂക്കയുടെ. ഞാനും മമ്മൂക്കയുടെ ആദ്യം അഭിനയിച്ചത് അത് തന്നെയാണ്, യവനിക. പക്ഷെ ആ 3 സീൻ അഭിനയിച്ചപ്പോൾ ഒരു 30 സീൻ അഭിനയിച്ച ഒരു മൈലേജ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോഴും കിട്ടുന്നുണ്ട്, റീല് ഇറങ്ങുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷവും ഭാഗ്യമുള്ള തന്നെയാണ്. കാരണം അങ്ങനെ അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടായത്. ഇത്തരം പടങ്ങളിൽ, ഇത്തരം ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളിൽ വന്നുകൊണ്ടാണ്, അങ്ങനെ നല്ല പടങ്ങളിൽ നല്ല കഥാപാത്രം ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് അതൊരു പലിശയായിട്ട് കൂട്ടി ജീവിച്ചു പോകുന്നത്. ഇതേ തന്നെ ഞാനൊരു ചോദ്യത്തിൽ വെച്ചിരുന്നു, ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ചെയ്ത പടങ്ങളുടെ പലിശയാണ് ഇന്ന്. അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ഇത് തന്നെയാണ്, നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ലത്. അതുകൊണ്ടാണ് ഇപ്പം സിനിമയിൽ ജീവിച്ചു പോകുന്നത്, വേറൊന്നുമില്ല. ഞാനൊരു ഇന്റർവ്യൂല്, പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ല ചേച്ചിക്ക് അമരം ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ കുറെ റൊമാൻറ്റിക് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പൊന്നിച്ചാമിയിലെ പാട്ട് പോലത്തെ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, അമരത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുന്ന ലേബലിലൊന്നും പക്ഷെ തളയ്ക്കപ്പെട്ടിട്ടൊന്നുമില്ല. വിവാഹത്തിന്റെ ശേഷം എങ്ങനെയായിരുന്നു ഒരു സിനിമകൾ ചൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു വൈഫിന്റെ റോൾ എന്തായിരുന്നു ഒരു ആക്ടറുടെ ഡിസിഷൻസിലും? പിന്നെ ഓരോരോ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയും ആഗ്രഹങ്ങളൊക്കെ പറയുകയും ചെയ്യും. പിന്നെ ഈ സാധാരണ ഒരു കല്യാണം കഴിക്കും, സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഭർത്താവ് ഇപ്പം ഒരു മരം ചുറ്റി കാമുകിയായിട്ട് നടക്കുന്നതോ അങ്ങനെ സംഭവം സ്വാഭാവികമായിട്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. അത് നാച്ചുറലി ഒരു സ്ത്രീക്ക് തോന്നുന്ന ഒരു കാര്യം അത് പറഞ്ഞെന്നുള്ളൂ. അത് വലിയ സീരിയസ് സംഭവമായിട്ടൊന്നുമല്ല പറഞ്ഞത്, അങ്ങനെ ഒരു കാഷ്വൽ ടോക്ക്, ഒരു രസം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബേസിക്കലി ഇങ്ങനൊരു താല്പര്യക്കുറവ് ആർക്കെങ്കിലും ഉണ്ട്, അത് തിരിച്ച് ഭർത്താക്കന്മാർക്കും ഉണ്ടാകുമല്ലോ. അത് നാച്ചുറലി എല്ലാവർക്കും സിനിമ എന്നല്ല എവിടെയുള്ള എങ്ങനെ തോന്നാം. ഡിസിഷൻസിലോ അല്ലെങ്കിൽ സിനിമ സെലക്ട് ചെയ്യുന്നതിലൊക്കെ അവരുടെ ഇപ്പം മകളും മുതിർന്നു, ഇപ്പൊ പറയാതൊക്കെ ഇപ്പം മകളൊക്കെ ഇപ്പം പറയും. മകളൊക്കെ സിനിമ ഭയങ്കര ക്രിട്ടിക്കാണ്. എൻ്റെ സിനിമയെ കുറിച്ചും എൻ്റെ ഇത് കണ്ടിട്ടും അതിനകത്തുള്ള നല്ലതും ചുത്തൊക്കെ അവൾക്ക് കാഴ്ചപ്പാടി മോശവും നല്ലതൊക്കെ പറയും. മറ്റു പടങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഒരു കഥാപാത്രത്തെക്കുറിച്ചൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്യും അവള്. ധീരനില് നമ്മളിപ്പോ സുധീഷേട്ടൻ്റെ കൂടെയുള്ള കോംബോ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് അനന്തരത്തില് ചെറിയ അജയനായിട്ട് ചെയ്തിട്ടുള്ള സുധീഷേട്ടനായിരുന്നു. അനന്തരം ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലൊരു സിനിമയാണ്. ഞാനിപ്പോഴും അല്ലെങ്കിൽ എന്തായിരിക്കും അടൂർ സാർ നിങ്ങളോട് പറഞ്ഞു തന്ന കഥ? ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല. എന്ത് കഥയാ നരേറ്റ് ചെയ്ത്, അതിനെന്താ പറഞ്ഞു തന്നിട്ടുണ്ടാവും? അല്ല, അത് പറയാന്ന് പറഞ്ഞല്ലേ അതിൻ്റെ ഈ കുറച്ച് ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാനസിക വൈകല്യം എന്നുള്ള വേണമെങ്കിൽ പറയാം. ഒരു മെൻ്റൽ ഡിപ്രസ്ഡ് ക്യാരക്ടറാണല്ലോ. അങ്ങനെ ആ മെൻ്റൽ ബുദ്ധി കൂടിയിട്ട് നമ്മൾ പറയാറില്ല, അയാൾക്ക് ബുദ്ധി കൂടി പട്ടായിപ്പോയി, ഭ്രാന്തായിപ്പോയി എന്നൊക്കെ പറയും. നമ്മൾ തമാശയായിട്ടൊക്കെ കളിയാക്കി പറയുന്നെങ്കിലും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, വളരെ ബുദ്ധിമാന്മാർ. അവരുടെ പ്രത്യേക ചില വൈകല്യങ്ങളും കാര്യങ്ങളും, അവരുടെ അപ്രോച്ച്, അവരുടെ സംസാരം, നോട്ടം, അവരുടെ പെരുമാറ്റം, ചലനങ്ങൾ, പ്രവൃത്തിയൊക്കെ കുറച്ച് അൺയൂഷ്വലായിരിക്കും അവരുടെ. ഇതിനകത്ത് ബുദ്ധി വളരെ കൂടിയിട്ട് മിടുക്കനായ ഒരാൾ കഞ്ചാവിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ആയിപ്പോയാണ് സംഭവം. അപ്പം
അതാണ് അപ്പോൾ അവസാനം പടി കയറി പോകുന്നത്. ഇയാൾ ബുദ്ധിസ്ഥിരത കൊണ്ടാണ് ഇതൊന്നും. കുറേ പടി കയറിയിട്ട് പിന്നെ അതുപോലെ ഇറങ്ങിയിട്ട് ഇടയ്ക്ക് പിന്നെയും പോകുക, അങ്ങനെ സംഭവമില്ലേ? അതൊക്കെ അങ്ങനെ സംഭവം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നോക്കിയ സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. അത് ഡയറക്ടർക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ ഉദ്ദേശമുള്ളത്. പക്ഷേ ബേസ് ഇത് തന്നെയാണ്. അത് അത്രയും സമയം എടുത്തു, 2 വീക്സ് എടുത്തു ഡബ് ചെയ്യാൻ. ഞാൻ അവസാനം അങ്ങനെ കരഞ്ഞെങ്ങനെയില്ലാത്ത ഇറങ്ങിപ്പോയാൽ മതി. ശബ്ദത്തിൽ മാത്രമല്ല, നമ്മൾ വല്ലാതെ മടുത്തു പോകും. അങ്ങനെ ഒരു കഥാപാത്രമാണ്. പിന്നെ അങ്ങനെ കഥാപാത്ര സ്വഭാവം അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഡബ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓക്കെ പറയാനൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുക. അങ്ങനെ ആകുമ്പോഴേ ഓക്കെ എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെ ടൈം എടുത്ത് 2 ആഴ്ച അവിടുന്ന് ജയിലിനകത്ത് വിട്ട പോലെ ആയിപ്പോയി. ഇവിടുന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് അവസാനം. ഇപ്പം അതിൻ്റെ ട്രോള് വരുന്നുണ്ട്. ഞാൻ ശോഭനയും കൂടെ കാണുന്നതൊക്കെ അതിൽ പാട്ടൊക്കെ ഇട്ടുള്ള സംഭവം. അതിനകത്ത് പാട്ടും കൂത്തും ഒന്നുമില്ലാത്ത സിനിമയാണ്. സ്ഫടികം വന്ന സമയത്ത് സ്ഫടികത്തിൽ ആ ക്യാരക്ടർ ഒരു രസമുള്ളതായിരുന്നു. അതത്ര ഒരു വലിയൊരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ഒന്നും അല്ല. പക്ഷെ അത് നമ്മൾ ആ അടിയനെ എപ്പോഴും ഓർക്കും. അതൊന്നും വല്ല ഒരു പ്രോമിനന്റ് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. പക്ഷേ ആ സിനിമയ്ക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. സൂപ്പർ ഹിറ്റ് പടമാണ്, നല്ലൊരു കമേഴ്സ്യൽ പടം, നല്ല പടമാണത്. റീ റിലീസ് ചെയ്തപ്പോഴും ആളുകൾ എന്നിട്ട് നന്നായിട്ട് കളക്ട് ചെയ്തു. ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ആ ഒരു പടം ഹിറ്റാണെങ്കിൽ മാത്രമേ ഒരു പൊലിപ്പ് എല്ലാവർക്കും കിട്ടുകയുള്ളൂ. പിന്നെ ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് നോട്ടീസബിൾ ആയിരുന്നു. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സ്ഫടികത്തിന്റെ ലൊക്കേഷൻ ഓർക്കുമ്പോൾ എന്താ ഓർമ്മ? കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് സ്ഥലത്തും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല അതിനൊക്കെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നല്ലോ. അത് അതിൻ്റെ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. മോഹൻലാലും, തിലകൻ, നെടുമുടി വേണു, രാജൻ പി ദേവ്, KPS ലളിത, ചിപ്പി, അങ്ങനെ ഞങ്ങൾ ഉർവശി ഹീറോയിൻ. തീർച്ചയായിട്ടും ഇത്രയും പേരൂടെ ഉള്ള അന്നൊക്കെ ഒരു രസമുണ്ടായിരുന്നു അത് ചെയ്യാനൊക്കെ. അന്ന് ഇന്നത്തെ പാറ്റേൺ ഒന്നും അല്ലല്ലോ. അന്ന് ഡിജിറ്റലും ഇതൊന്നും ഇല്ലല്ലോ. അന്ന് മറ്റേ മോണിറ്റർ ഇല്ല, ഒന്നും ഇല്ലാതുള്ള സംഭവം. അത് ഇന്ന് നോക്കുമ്പോൾ അത് റിസ്ക്കാണ്. അന്നത്തെ ഫിലിം മേക്കേഴ്സിനെയും ക്യാമറാമാനെയൊക്കെ നമ്മൾ സത്യത്തിൽ വളരെ അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയും ഒന്നും കാണാതെ അപ്പം കാണുന്ന വെച്ചാണ് ഷൂട്ട് ചെയ്ത് പടം കൊണ്ടിറക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ക്യാമറയുടെ ആംഗിൾ നോക്കാം, അതിനകത്ത് നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്ടർ പറയാം, ക്യാമറാമാൻ നോക്കാം, ഫ്രെയിം പിന്നെ അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ആർട്ടിസ്റ്റിൽ പെർഫോം ചെയ്ത് എങ്ങനെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് അപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കാം. പണി ഒരുപാട് കുറവാണ്. ഫിലിമല്ലേ ഉപയോഗിക്കുന്നത്, എത്ര വേണേ റീടേക്ക് ചെയ്യാം അതിൽ തന്നെ ഫിലിമാണ് എടുത്താൽ പോയത് പോക്കാണ്. തിരിച്ചതിനകത്ത് കൊണ്ട് വീണ്ടും പുറത്ത് ചെയ്യാൻ പറ്റില്ല സിനിമയ്ക്ക്. അതാണ് ഫിലിം ആയിരുന്ന സമയത്ത് അതാണ്. ഇന്നും ഫിലിം എന്തുപോലെ നമ്മൾ ഫിലിം എന്നേ ഇപ്പോൾ പറയത്തുള്ളൂ. ഫിലിം എന്നേ ഇപ്പോൾ പറയുള്ളൂ. എന്നാലും സ്ഫടികത്തിൽ മറ്റേ തോമാച്ചായനല്ലേ എന്ന് ചോദിച്ചു വരുന്നത് എനിക്ക് അതേ സിമിലർ ഇതിൽ തോന്നിയിട്ടില്ലല്ലേ? എടാ നീ സാബു അല്ലേ എന്ന് ചോദിക്കുന്നത്. ഹലോ അതേപോലെ ഒരു ടോണിലല്ലേ ചോദിക്കുന്നത്. ഹലോയും അതുപോലെ ഒരു റോളാണ്, പക്ഷെ വളരെയധികം ശ്രദ്ധിക്കും. അത്രയും പടം ഹിറ്റ് ആവുമെന്നോ അല്ലെ ആ ഒരു സീൻ ആ ക്യാരക്ടറിനൊക്കെ അത്ര മൈലേജ് കിട്ടുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ എങ്ങനെ സെലക്ട് ചെയ്യണേ? പറയുമ്പോൾ ചെറിയൊരു ക്യാരക്ടറാണ്, ചേട്ടന് തോന്നാം ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞു. ഞാനത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആദ്യം ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ റാഫി മക്കാട്ട് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇങ്ങനെ, ഹലോ ഒരു സീൻ ഒരു ദിവസം ഒരു സീൻ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പോൾ ഞാനതേ പറഞ്ഞു, താല്പര്യമില്ല എന്ന് പറഞ്ഞു. താല്പര്യമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തിരക്കുണ്ടുള്ള ഒരാളായിട്ട് പറഞ്ഞൊന്നുമല്ല, എനിക്ക് താല്പര്യം. കാരണം ഞാൻ ആലോചിച്ച റാഫി മക്കാട്ടിനെ പോലുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടണം. അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനെന്നെ അങ്ങനെ വിളിക്കുന്നുള്ള എനിക്കുണ്ടായ ഒരു വിഷമവും ദേഷ്യമൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞത്. ഒരു ദിവസം കൊണ്ട് അഭിനയിച്ച ആ ക്യാരക്ടർ എന്ത് കിട്ടാനാണ്? പൈസയും കിട്ടത്തില്ല. അങ്ങനെ എല്ലാത്തും ഒരു പരിമിതി ഉണ്ടോ? ഞാൻ അതുകൊണ്ടൊക്കെ 2-3 പ്രാവശ്യം അവരെ വിളിച്ചു. അവസാനം റാഫി എന്നെ നേരിട്ട് വിളിച്ചു. അപ്പോൾ റാഫി വിളിച്ചപ്പോൾ റാഫി എന്ന ഇവർ രണ്ടുപേരും വളരെ പോപ്പുലറായിട്ട് വന്നൊരു സംവിധായകരാണ്. അപ്പോൾ അവർ നേരിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ഇഗ്നോർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ അതിനകത്ത് എനിക്ക് മനസ്സിലായി. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരവർ. അങ്ങനെ എനിക്ക് വന്നപ്പോൾ ഇനിയിപ്പം ശരി, അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഒരു സീനാಗಿ നോക്കാം എന്നുള്ള അവരിലൊരു വിശ്വാസമോ ഇമേജ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം എന്നാൽ പിന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പോയി അത് ചെയ്തത്. അപ്പം ചെയ്യുമ്പോൾ പറഞ്ഞത് പടം വരുമ്പം നല്ല മൈലേജ് ഉണ്ടാകുന്നു. കറക്റ്റായിരുന്നു അത്. സ്ഫടികത്തിന്റെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റീ റിലീസിലും അത്രയും സക്സസ് ആയി എന്ന് പറഞ്ഞില്ലേ? ഇപ്പം എല്ലാവരും പറയും മോഹൻലാൽ സിനിമകളുടെ റീ റിലീസാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. ചോട്ടാ മുംബൈ ലാസ്റ്റ് വന്നു, ആളുകൾ തിയേറ്ററിൽ കിടന്ന് തുള്ളുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും മോഹൻലാൽ സിനിമകൾ ഇത്രയേറെ റീ റിലീസ് ആഘോഷിക്കപ്പെടുന്നത്?
മോഹൻലാൽ സിനിമ റീ റിലീസും അല്ലാതെ ആദ്യത്തെ ഫസ്റ്റ് റിലീസിനൊക്കെ തന്നെ ആ ഒരു ആൾക്കാർക്ക് ആ ഒരു ഇത് ഉണ്ടല്ലോ, താല്പര്യം ഉണ്ടല്ലോ മോഹൻലാൽ സിനിമയ്ക്ക്. രജനീകാന്ത് സിനിമ തമിഴിൽ പറഞ്ഞ പോലെ വിജയുടെ സിനിമ പറയുന്ന പോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ്റെ ആ ഒരു ഓഡിയൻസിൻ്റെ ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം. എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. അത് നമ്മൾ പറഞ്ഞിട്ടേ പറ്റുള്ളൂ. സിനിമയെ പറ്റി പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നതാണ് സാമ്പത്തികമായി സിനിമയെ എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിനിമയിൽ വരുന്ന പുതിയ ആൾക്കാർ വരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എത്ര നാൾ ഇതിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നറിയില്ല, പറ്റുന്നിടത്തോളം ചെയ്യാന്നുള്ളത്. ഇപ്പോൾ 46 വർഷങ്ങൾ സിനിമ ഉപജീവനമാക്കിയിട്ടും കൂടെ കൊണ്ടുപോയി. സിനിമ എപ്പോഴും തന്നിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. ഇന്നും സിനിമ ഒരു ഉപജീവന മാർഗമാണെന്ന് എനിക്ക് 100% പറയാൻ പറ്റുന്നില്ല ഇന്നും. കാരണം അതാണ് സിനിമ. സിനിമയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. സിനിമ നമുക്ക് റിട്ടയർമെന്റ് പ്ലാനും എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഏത് സ്ഥലത്തും റിട്ടയർ ചെയ്യാമല്ലോ. 25 വയസ്സിൽ അഭിനയിച്ചാൽ 25 വയസ്സിൽ റിട്ടയർമെൻറ്റ് വാങ്ങിക്കാം. നമ്മൾ വാങ്ങിക്കില്ല, വന്നു പോകുന്ന അതൊന്നുമില്ല. 15 വയസ്സിൽ കിട്ടും, 50 വയസ്സിലുണ്ടാകും, 75 വയസ്സിലും ആകാം, 90 വയസ്സ് വരെ റിട്ടയർമെൻറ്റ് ഇല്ലാതെ പോകുന്നവരും ഉണ്ടാവും. അത് പ്രായമൊന്നുമില്ല. നമുക്ക് ആരോഗ്യം 25 വയസ്സുള്ളൊക്കെ ആരോഗ്യമാണ് നിർബന്ധമൊന്നുമില്ല. ഒരു അസുഖം വന്നാലും ഏത് രംഗത്താലും തീർന്നില്ല അതോടി. പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു ശക്തി നമ്മളെ കൊണ്ടുപോകും ദൈവം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. 47 വർഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞപ്പം സിനിമയിൽ ഇടയ്ക്കൊക്കെ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒരുപാട്. സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥിര വരുമാനമല്ല. ഇപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത്രയും വർഷമായിട്ടും ഇത് സർക്കാർ ഉദ്യോഗമല്ലല്ലോ, അല്ലെങ്കിൽ വേറെ ജോലി അല്ല, IT ഒന്നുമില്ലല്ലോ മാസം കൃത്യ ശമ്പളം കിട്ടാൻ വേണ്ടി. സിനിമ വരാത്തതൊക്കെ പല സംരംഭങ്ങളില്ലേ. ചിലപ്പം പണങ്ങളിലെ ഏറ്റക്കുറച്ചിൽ വരാം, റെമ്യൂണറേഷൻ വ്യത്യാസം വരാം. അതൊക്കെ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ജനറേഷനും ഓർക്കുന്നത് തോമസ് ഊട്ടീനെ തന്നെയായിരിക്കും. ഏറ്റവും പുതിയ കുട്ടികളോടും ചിലപ്പോൾ ചേട്ടൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ തോമസ് ഊട്ടി എന്നായിരിക്കും അവർ പറയുന്നത്. പിള്ളേരൊക്കെ അങ്ങനെ കൂടുതലും പറയുന്നതൊക്കെ. ഹരിഹർ നഗർ 2ഉം 3ഉം ഒക്കെ വന്ന സമയത്തും നിങ്ങൾ അന്നത്തെ ആ ഒരു ഗ്യാങ് പിന്നെ റീജോയിൻ മറ്റൊരു പ്രായത്തിലാണല്ലോ നിങ്ങൾ വീണ്ടും ഒത്തുചേരുന്നത്. ഞങ്ങൾക്ക് പ്രായമില്ലല്ലോ. ആ ഒത്തുചേരൽ ശരിക്കും എങ്ങനെയായിരുന്നു? അതായത് ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷം അഭിനയിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയധികം ദിവസങ്ങൾ നിങ്ങൾ 4 പേരും ഒന്നിച്ച് രണ്ടാമത്തേത് മൂന്നാമത്തേക്ക് അത് വേറെ വ്യത്യാസമുള്ള സിദ്ദിഖ് ലാൽ ചെയ്തത് ലാൽ സാറായി പിന്നെ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ആ കുറെ കാലത്തിന് ശേഷമുള്ള റീയൂണിയൻ? പിന്നെ എന്താ പറയുക, അതൊരു ത്രില്ലുണ്ടായിരുന്നു. അത് ഞങ്ങളെക്കാട് ത്രില്ല് എനിക്ക് തോന്നുന്നത് ഈ അനൗൺസ്മെന്റ് ഇങ്ങനെ കേട്ട പബ്ലിക്കിനായിരുന്നു ത്രില്ലുള്ളത്. കാരണം എന്നോടൊക്കെ ഒരുപാട് പേര് ഹരിഹർ സാർ അടുത്ത് വരുന്നു അല്ലേ എന്ന് ഒരു ഓണം വരുന്നു, ഉത്സവം വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് ആ തിയേറ്ററിൽ പോയി കണ്ട എക്സൈറ്റ്മെന്റ് എനിക്ക് അത് തിയേറ്ററിൽ കണ്ടപ്പോൾ അന്ന് ഈ പടം തിയേറ്ററിന്റെ ഇവിടെ ഷേണാസ് തിയേറ്ററിലൊക്കെ കണ്ടപ്പം അന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ സ്ക്രീനിൻ്റെ അവിടെ പോയാണ് ഈ പാട്ടിലൊക്കെ അവർ കൂടുതൽ ഡാൻസൊക്കെ ചെയ്യും. ഉന്നമറന്നൊക്കെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അവരുടെ ഒരു ആകാംക്ഷയും ആ ഒരു സ്പിരിറ്റും ആ ഒരു ത്രില്ലും ഒക്കെ ഭയങ്കരമായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഈ പടം അതിനിയും എത്ര കണ്ടാലും ആ പടം മതിയാവില്ല. ഏത് തലമുറയ്ക്കും അത് എൻജോയ് ചെയ്യാവുന്ന പടങ്ങളാണ്. അതിനി റീ റിലീസ് വന്നാലും സൂപ്പർ ഹിറ്റായിട്ട് പോകും. എക്കാലത്തേക്കുള്ള സിനിമ അതല്ല. നിങ്ങൾ ബിഹൈൻഡ് ദ സീൻ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഉന്നം മറന്നെടുക്കുന്ന പഴയ അത് സിദ്ദിഖ് മരിച്ച ശേഷം വന്നതാണ് അല്ലേ? അതിൽ ആ ഒരു നല്ല രസമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഡയറക്ട് ചെയ്യുന്നതും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. ഇനീഷ്യൽ ഡേയ്സിൽ ആ സൗഹൃദം എങ്ങനെയാ വന്നേ? എല്ലാവരും ഒന്നിച്ചു വരുന്നു, ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നു. സൗഹൃദം സിനിമയിൽ മാത്രം ആ സമയത്ത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതുവരെ സൗഹൃദം വരുമോ? സിനിമയിലെ സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ല. സിനിമ കഴിഞ്ഞ സൗഹൃദം ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമയിൽ ഈ പടത്തിലെ കഥയ്ക്കകത്ത് കാണിക്കുന്ന സൗഹൃദം ഒരിക്കലും എല്ലാവരും ചോദിക്കും നിങ്ങൾ ഉറങ്ങുന്ന ഒരുമിച്ചാണോ, ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചാണോ, കുളിക്കുന്ന ഒരുമിച്ചാണോ, യാത്ര പോകുന്ന ഒരുമിച്ച്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. അതെങ്ങനെ പറ്റുന്ന കാര്യം? അത് ഈ സിനിമയിൽ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ആ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും അതിനകത്തൊരു നല്ല മെസ്സേജ് ആ പടത്തിനകത്തുണ്ട്. സുഹൃബന്ധത്തിൻ്റെ ഒരു കറകളഞ്ഞ ഒരു എന്താ അതിനൊരു സിൻസിയറിറ്റി ആ പടത്തിനകത്തുണ്ട്. അപ്പോൾ അത് പബ്ലിക്കിനെ സംബന്ധിച്ചൊരു വലിയൊരു സന്ദേശമല്ലേ അത്. ഒന്നിച്ചാണ് ഇവരെല്ലാത്തിനും ഒന്നിച്ചാണ്. അല്ല അത് പുതിയ ചെറുപ്പക്കാർക്ക് പലർക്കും അതൊരു മെസ്സേജാണ്, ഒരു പാഠമാണത്. അത് നല്ല കാര്യം തന്നെയാണ് എന്ന് വിചാരിച്ചിപ്പം സിനിമയ്ക്ക് അത് കഴിഞ്ഞും എല്ലാവരോടും ഒരുമിച്ച് പോവുക,
കഴിക്കുകയോ കിടക്കുകയോ ഉറങ്ങുമൊന്നുമല്ല ചെയ്യുന്നതൊന്നും. സിനിമയിൽ നിന്ന് അത് സംഭവിക്കുന്ന കാര്യം. സിനിമ പൂർണ്ണമായിട്ട് കച്ചവടമായ ഒരു മേഖലയാണ് സിനിമ. കച്ചവടം നടക്കുമ്പോൾ സ്നേഹം കൂടുതലുണ്ടാവുള്ളൂ. അത് അങ്ങനെ പറ്റുകയുള്ളൂ. കച്ചവടം കഴിയുമ്പോൾ ആ സ്നേഹബന്ധം ഇല്ലയെന്നല്ല, അത് തൽക്കാലത്തേക്ക് അതങ്ങ് അവസാനിക്കുകയാണ്. അതാണ് കാരണം. എന്നാലേ ഒരു വിശ്വാസം നടക്കുകയുള്ളല്ലോ. ഒരു വിശ്വാസത്തിൽ നമ്മൾ ചിരിക്കുകയും ഈ സാധനം വാങ്ങിക്കുന്നല്ല എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഒരു 2 ഞങ്ങൾ കുറച്ച് തരാം പറഞ്ഞാൽ അത് മതി, നല്ലതാണ്. അപ്പോൾ അപ്പുറത്തേക്കും ഞാൻ പിന്നെ ഒരു രൂപയുടെ കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് തോന്നും. അപ്പോൾ ഇതിനകത്ത് ക്വാളിറ്റിയുള്ള കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് കച്ചവടമാണ്. കച്ചവടത്തിൽ സ്നേഹബന്ധം ഉണ്ടാവും. സ്നേഹബന്ധം ഉണ്ടാവണം. ഉണ്ടായാലേ ആ കച്ചവടം വിജയിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇത് മനഃപൂർവ്വം എന്നാൽ പിന്നെ ഇനി ഞാൻ വേണ്ട എന്ന് അങ്ങനെ വാശിയൊന്നുമില്ല. അങ്ങനെയുള്ളതല്ല. അങ്ങനെ പറ്റില്ല. അങ്ങനെ ആരും ചിന്തിക്കാറുമില്ല. ആ ഒരു സൗഹൃദം എന്നുവെച്ചാൽ അത് ഇത് കഴിഞ്ഞ് കാണുമ്പോൾ ആരും ഇനി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ, ഞാൻ എന്നെ കണ്ടാൽ സംസാരിക്കില്ല, ചിരിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്നെ ഒന്നും വിളിക്കരുത്, നമുക്ക് അങ്ങനെയുള്ള സ്നേഹബന്ധം വേണ്ട എന്നല്ല അല്ലർത്ഥം. ചില സിനിമകൾ നൽകുന്ന മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. ഹരിഹരനാർ അങ്ങനെ ഒരു വലിയ ഇമേജ് ഉണ്ടായി. അപൂർവം ഇങ്ങനെയുള്ള ധീരൻ പോലെയുള്ള സിനിമകളിലാണല്ലോ ഒന്നിക്കുന്നത്. ധീരൻ വന്നപ്പോൾ തീർച്ചയായും വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഹരിഹരനാർ കഴിഞ്ഞ കുറേ വർഷമായല്ലോ. ധീരൻ വന്നപ്പോൾ ഒരു കൂട്ടായ്മ. അതിന് എല്ലാവരും അതിനകത്ത് ഹരിഹരനാർ ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഇപ്പം ഞാനും ജഗദീഷൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ധീരനിലും ഉണ്ടല്ലോ. മനോജ് മറ്റേതിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ശരി, അല്ലാതെ ഞങ്ങൾ അടുപ്പമുള്ളവരാണ്. അതെ. പിന്നെ സുധീഷ്, പിന്നെ വന്ന 2 പേര്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷമായിരുന്നല്ലോ ഇവിടെ. ആ ഒരു ടീം നല്ല രസമുള്ള ടീമായിരുന്നു. ആ സബ്ജക്റ്റ് അതൊരു കൂട്ടായ്മയായിരുന്നത്. നമ്മളെല്ലാം വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമയാണ് ധീരൻ. ഇനി അത് ഇനി കുറച്ച് ഷൂട്ടിംഗ് സ്വല്പം കൂടെ ഉണ്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറച്ച് എൻ്റെ മിക്കവാറും എല്ലാം വർക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട്. വളരെയധികം പ്രതീക്ഷ. കാരണം ലാലേട്ടനും കൂടെ ജോയിൻ ചെയ്തപ്പോഴേ ബബ്ബ ആൾക്കാർ അത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർക്കിംഗ്? അത് കുഴപ്പമില്ല. അത് നല്ല പുതിയ ചെറുപ്പക്കാരാണ്, ഒന്നും കുഴപ്പമില്ല. അവർ അത് കുറേ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും. അത് ഒരു തിയേറ്ററിൽ ഒരു ഉത്സവമൊക്കെ ആക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സിനിമയാണോ അത്? ആകണം. നമുക്ക് ഒരു പടത്തെക്കുറിച്ച് മുൻപതി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ വരുമെന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. അത്തരം ഒരു കളർഫുൾ വലിയ സിനിമ എന്ന് പറയുന്നത് കുറച്ച് കളർഫുൾ ആയിരിക്കണം. പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ നമുക്കൊന്നും ഇന്നത്തെ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.